ഫ്രണ്ട്സ്, ജെയിംസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ ലിസണിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിസണിംഗ് പാർട്ട് സി. ലിസണിംഗ് പാർട്ട് സി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലേ? അത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ അതിന് കൊടുത്തേക്കുന്ന സ്ഥാനം. പക്ഷെ എന്നാൽ ആ പറയുന്ന പേടി മാറ്റിക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ലിസണിംഗ് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ലിസണിംഗ് പാർട്ട് സിയിൽ നമ്മൾ എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് ഓരോ മൊഡ്യൂൾസിലും, അതിപ്പോൾ റീഡിംഗ് ആവട്ടെ, ലിസണിംഗ് ആവട്ടെ, റൈറ്റിംഗ് ആവട്ടെ, സ്പീക്കിംഗ് ആവട്ടെ, ഇതിനകത്തെല്ലാം അവർ നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു സ്കില്ലുണ്ട്. അപ്പോൾ ലിസണിംഗ് പാർട്ട് സിയിൽ ഏത് സ്കില്ല് വെച്ചാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലിസണിംഗ് പാർട്ട് സിയിൽ 2 എക്സ്ട്രാക്ട്സ് ആണുള്ളത്. അതായത് 2 ഓഡിയോ അല്ലെ. അത് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ആവാം, ചിലപ്പോൾ പ്രസന്റേഷൻ ആവാം, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. ഒരു എക്സ്ട്രാക്റ്റിൽ ഇന്റർവ്യൂ, അടുത്ത എക്സ്ട്രാക്റ്റിൽ പ്രസന്റേഷൻ, ഇങ്ങനെ രണ്ടും ഉണ്ടാവാം അല്ലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അവർ നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓഡിയോ തന്നുകൊണ്ട് അതിനകത്ത് എന്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്? ഒന്ന് ജിസ്റ്റ് ടൈപ്പ് അല്ലെ. ജിസ്റ്റ് ടൈപ്പ് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ, അത് ഒരു ഓഡിയോ പാരഗ്രാഫ്, അതിനകത്ത് എന്താണ് ഓവറോൾ അവര് അർത്ഥാക്കുന്നത്, അതായത് സാരാംശം എന്താണ്, അതിന്റെ ഓവറോൾ മീനിങ് എന്താണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഡീറ്റെയിൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് അവർ സ്പെസിഫൈ ചെയ്യും. അതായത് ഓവറോൾ മീനിങ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മെയിൻ ഐഡിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ പാരഗ്രാഫിന്റെ അല്ലെ ഈ ഓഡിയോയുടെ ഒരു പെർട്ടിക്കുലർ സെക്ഷന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി അടുത്തത് നമ്മുടെ സ്പീക്കറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെ, ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി അതുപോലെ അതിന് സമാനമായിട്ട് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറിന്റെ ഒപ്പീനിയൻ എന്താണ്. ഒരു പർട്ടിക്കുലർ തിയറി അവർ പറയും, അതിനകത്ത് നമ്മുടെ സ്പീക്കറിന്റെ ഒപ്പീനിയൻ എന്താ. ഇത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ കുറെ ലിസണിങ് മെറ്റീരിയൽസ് ചെയ്തു പോയാൽ നമുക്ക് ഒരിക്കലും 100% സ്കോർ അതിനകത്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യനെയും പരിചയപ്പെടുക, ഓരോ ക്വസ്റ്റ്യനും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ആൻഡ് വാൺ ചെയ്യാം, ആദ്യം തന്നെ നിങ്ങൾക്കൊരു വാണിംഗ് തരാം, അത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പോസിബിൾ അല്ല അല്ലെ. മിനിമം എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം മിനിമം 1 മാസമെങ്കിലും വേണം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്കില്ല്, അതായത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മിനിമം നമുക്ക് 1 മാസത്തെ സമയം വേണം. അത് നിങ്ങൾ സമയം കൊടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓരോന്നും സെൽഫ് അനാലിസിസ് നടത്തി അതിനകത്ത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് നമ്മൾ OET ലിസണിങ്ങിന്റെ ഓവർവ്യൂ, എന്തൊക്കെയാണ് നമ്മൾ OET ലിസണിങ് പാർട്ട് സിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഇൻട്രോ പാർട്ടാണ്, എന്താണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. സോ നമുക്ക് ലിസണിങ് പാർട്ട് സിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. 2 ഓഡിയോ റെക്കോർഡിങ്സ്, ഇതാണ്. അതും 2 ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, അതിനകത്ത് ചിലപ്പോൾ പ്രസന്റേഷൻ ആവാം നിങ്ങളുടെ ഓഡിയോ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ടൈപ്പ് ഓഡിയോ ആയിരിക്കാം. ഇന്റർവ്യൂ ടൈപ്പ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പേടിക്കേണ്ട, പ്രസന്റേഷൻ ടൈപ്പും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്, വറിയാവണ്ട. ദെൻ അടുത്തത് ഈ 2 ഓഡിയോസും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടൈപ്പ് ഓഡിയോസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു റിസർച്ചിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡീനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ പ്രൊജക്റ്റിനെ ബേസ് ചെയ്ത്, എന്ത് തന്നെ ആയാലും നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോസ് തന്നെയായിരിക്കും ഇത് രണ്ടും. പിന്നെ ഓരോ ഓഡിയോസും ഏകദേശം 4 to 5 minutes ഡ്യൂറേഷൻ ആണ് ഉള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഡിയോനെ ബേസ് ചെയ്ത് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഈ ഓരോ ക്വസ്റ്റ്യൻസിനും 3 ആൻസർ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആൻഡ് ഈ ആൻസേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് A, B, C എന്ന ഓപ്ഷൻസ് ആയിരിക്കും ഉള്ളത്. അതിനകത്ത് A ആണെങ്കിൽ
എ എന്ന ആൽഫബറ്റിന് അപ്പുറത്തേക്ക് ഒരു സർക്കിൾ ആണ് ഉണ്ടാവുക. ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ആൻസറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ബേസിക് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസറിങ് മെത്തേഡ്. അപ്പൊ ഒരു ഓഡിയോനെ ബേസ് ചെയ്ത് 6 ക്വസ്റ്റ്യൻസ്. ഈ 6 ഓരോ ക്വസ്റ്റ്യൻസിനും 3 ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. എ ബി സി ആണ് ആൻസർ ഓപ്ഷൻസ് ആൻഡ് എ ആണ് ആൻസർ എങ്കിൽ അത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ദെൻ അടുത്തത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, 90 സെക്കൻഡ്സ് ടൈം പ്രയർ ടു യുവർ ഓഡിയോ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് എങ്ങനെയാണ് ലിസണിങ് പാർട്ട് സീനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലിസണിങ് പാർട്ട് സിയിൽ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന 90 സെക്കൻഡ്സ് ടൈമാണ്. അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 ഔട്ട് ഓഫ് 12 ഉറപ്പാണ് കേട്ടോ. ഇനി അതെങ്ങനെ എഫക്റ്റീവ് ആക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുകയോ വേണ്ട, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആൻഡ് നേരെ നിങ്ങൾ വായിക്കേണ്ടത് നമ്മുടെ കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കോണ്ടെക്സ്റ്റിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോയിൽ എന്താണ് കോണ്ടന്റ് ഉള്ളത് എന്നതാണ് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന സാമ്പിൾ സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഒരു ഇന്റർവ്യൂ ആണ് ആൻഡ് വിത്ത് എ കാർഡിയോളജിസ്റ്റ്. ഇന്റർവ്യൂ വിത്ത് എ കാർഡിയോളജിസ്റ്റ് കോൾഡ് ഡോക്ടർ ജാക്ക് റോബ്സൺ. അയാള് ഷാഗാസ് ഡിസീസിലെ എക്സ്പേർട്ടാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂ ആണ്. സോ ഇന്റർവ്യൂർ ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വീണ്ടും പറയുന്നില്ല. സോ ഈ ഷാഗാസ് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിന് പഠിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഷാഗാസ് ഡിസീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിവുണ്ടെങ്കിൽ ആ ഒരു അറിവൊക്കെ റിക്കലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ അടുത്തത് പോകേണ്ടത് 90 സെക്കൻഡ്സിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്തത് ചെയ്യേണ്ടത് റീഡ് ദ ക്വസ്റ്റ്യൻ വൺ ആഫ്റ്റർ അനദർ. അതായത് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു പോകും. ഓപ്ഷൻസ് അവിടെ നിന്നോട്ടെ, നമുക്കായിട്ടില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിനെ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, why does Dr. Robson regard Chagas as a neglected disease? എന്തുകൊണ്ടാണ് ഡോക്ടർ റോബ്സൺ ഷാഗാസിനെ ഒരു നെഗ്ലക്റ്റഡ് ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ അങ്ങനെ ചെയ്തേക്കുന്നത്? അപ്പൊ മനസ്സിലാക്കും, ഇവിടെ 2 ആസ്പെക്റ്റ് ആണ്. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? ഡോക്ടർ റോബ്സന്റെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഷാഗാസ് ഡിസീസിനെ കുറിച്ച് കോമൺലി പറയുന്നതല്ല നമ്മുടെ ആൻസർ, മറിച്ച് പിന്നെ ഡോക്ടർ റോബ്സന്റെ വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കറക്റ്റ് മനസ്സിലാക്കണേ. സോ ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കുള്ള കീവേഡ് എന്താണ്, ഞാൻ ആൻസറിൽ ഫോക്കസ് ചെയ്യണ്ടേ എന്നുള്ള കീവേഡ് കണ്ടുപിടിക്കുക. എന്താണ്? വൈ ഡസ് ഡോക്ടർ റോബ്സൺ റിഗാർഡ് ഷാഗാസ് ആസ് എ നെഗ്ലക്റ്റഡ് ഡിസീസ്. ഇതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അവിടെ നമ്മൾ നമ്മൾ വേറൊരു കളർ കോഡ് കൊടുക്കുകയാണ്. അത് അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം നമുക്ക് അവിടെ ഒരു കളർ കൊടുക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കീവേഡ്. ഇനി അടുത്ത് നോക്കിയേ, ഡോക്ടർ റോബ്സൺ സേസ് ദാറ്റ് concerns over Chagas in the USA are the result of, വീണ്ടും concerns over US Chagas in the USA. USA ആണ് നമുക്ക് ഇവിടെ ക്ലൂ പോയിന്റ്, അല്ലെ? സോ വീണ്ടും ഒരു പോയിന്റ് കൂടി ഞാൻ പറയുന്നു. ഡോക്ടർ റോബ്സൺ സേസ് ദാറ്റ്, അയാളുടെ ഒപ്പീനിയൻ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അയാളുടെ ഒപ്പീനിയനില്, ഡോക്ടർ റോബ്സന്റെ ഒപ്പീനിയനില് പിന്നെ USA-യിലുള്ള ഷാഗാസിന്റെ കൺസേൺ, അതായത് USA-യിൽ ഷാഗാസിനെ കുറിച്ചുള്ള കൺസേൺസ് എന്താണ്, USA-യിലുള്ള കൺസേൺസ് ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇവിടുത്തെ കീവേഡായിട്ട് വരുന്നത്. പിടികിട്ടിയില്ലേ നിങ്ങൾക്ക്? സോ ഡോക്ടർ റോബ്സന്റെ ഒപ്പീനിയൻ പ്രകാരം USA-യിൽ ഷാഗാസിനെ കുറിച്ചുള്ള കൺസേൺസ് എന്താണ്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നെഗ്ലക്റ്റഡ്, USA-യിലുള്ള കൺസേൺ. നമ്മൾ ആ ക്വസ്റ്റ്യനെ ഷോർട്ടൻ ചെയ്യുവാണ്. ആ മെത്തേഡ് ഒന്ന് പഠിക്കണേ. പിന്നെ അടുത്തത് 33rd ക്വസ്റ്റ്യൻ, അല്ലെ? എ പേഷ്യന്റ് കോൾഡ് മാരിസോൾ റീസെന്റ് ആസ്ക്ഡ് ഡോക്ടർ റോബ്സൺ ടു ടെസ്റ്റ് ഹർ ഫോർ ഷാഗാസ് ബിക്കോസ്. അതായത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്ത് വരുവാണ്.
ഇതിൽ നമുക്ക് എന്താണ് കീവേഡ്സ്? ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എ പേഷ്യന്റ് കോൾഡ് മാരിസോൾ. മാരിസോൾ എന്ന പേഷ്യന്റ് ഡോക്ടറോട് റീസെന്റ് ചോദിച്ചു അവളുടെ ഷാഗാസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഷാഗാസ് ടെസ്റ്റ് നടത്താമോ? കാരണം ടെസ്റ്റ് ഫോർ ഷാഗാസ്, മാരിസോൾ എന്ന പേഷ്യന്റിന്, മാരിസോൾ നിങ്ങളുടെ കീവേഡാണ്, മാരിസോൾ എന്ന പേഷ്യന്റിന് ഷാഗാസ് ഡിസീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റ് ഹർ ബിക്കോസ്, ഇത്രയുമാണ് നമ്മുടെ എന്ത് വരുന്നത് അവിടെ കീവേഡ് ആയിട്ട് വരുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോൾ മാരിസോൾ എന്ന പേഷ്യന്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ 33rd ക്വസ്റ്റ്യനിലോട്ട് എത്തി കേട്ടോ എന്ന് നമ്മുടെ മനസ്സിനെ ഒരു വാൺ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാരിസോൾ ഹൈലൈറ്റ് ചെയ്തത്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ടെസ്റ്റ് ഹർ ഷാഗാസ് ബിക്കോസ് ആ പുള്ളിക്കാരിയുടെ ഷാഗാസ് ടെസ്റ്റ് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമ്മൾ അതും മനസ്സിലാക്കി. ആൻഡ് ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? ഡീറ്റെയിൽ, ഒരു സ്പെസിഫിക് ഏരിയയില്. കാരണം ബിക്കോസ്, കാരണം, ഒരു പെർട്ടിക്കുലർ കാരണം ഉണ്ടാ. ഓവറോൾ മീനിങ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പെർട്ടിക്കുലർ കാരണം ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് ആ ഒരു ഓഡിയോയില് ഒരു സ്പെസിഫിക് ഏരിയയിൽ അവർ പറയുന്നുണ്ടാവും. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് പ്രോബ്ലം ഡസ് ഡോക്ടർ റോബ്സൺ ഐഡന്റിഫൈ ഇൻ ദ കേസ് ഓഫ് എ പേഷ്യന്റ് കോൾഡ് ജെനിഫർ? ജെനിഫർ എന്ന പേഷ്യന്റില്, അപ്പൊ ജെനിഫർ എന്നുള്ളത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് 34th ക്വസ്റ്റ്യനിലെത്തി എന്ന് നമുക്ക് വാണിംഗ് തരാനാണ്. ഓക്കെ, അതാണ് ഒരു റസ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് പ്രോബ്ലം ഡസ് ഡോക്ടർ റോബ്സൺ ഐഡന്റിഫൈ ഇൻ ദ കേസ് ഓഫ് എ പേഷ്യന്റ്? എന്ത് പ്രോബ്ലമാണ് നമ്മുടെ ഡോക്ടർ റോബ്സൺ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, എന്ത് പ്രോബ്ലമാണ് ഡോക്ടർ റോബ്സൺ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആരുടെ കാര്യത്തിൽ? ജെനിഫർ എന്ന പേഷ്യന്റിന്റെ കാര്യത്തിൽ ഡോക്ടർ റോബ്സൺ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ഓക്കെ, വീണ്ടും ഇറ്റ്സ് എ ഡീറ്റെയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു സ്പെസിഫിക് ഏരിയയിൽ ആ പ്രോബ്ലം അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അയാൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദിസ് ഇസ് വാട്ട് കോൾഡ് ഡീറ്റെയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. ഇനി 35th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡോക്ടർ റോബ്സൺ സേ അബൌട്ട് ഹിസ് പേഷ്യന്റ് കോൾഡ് ഹുവാൻ? പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചോണേ, ജുആൻ അല്ല, ജ് സൈലന്റ് ആണ് അവിടെ, എച്ച് ആണ് അവിടെ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. പേഷ്യന്റ് കോൾഡ് ഹുവാൻ. അപ്പോ ഡോക്ടർ റോബ്സന്റെ ഒപ്പീനിയൻ അബൌട്ട് പേഷ്യന്റ് കോൾഡ് ഹുവാൻ, ഇത് മാത്രമേ ഉള്ളൂ. ഹുവാൻ എന്ന പേഷ്യന്റിനെ കുറിച്ച് ഡോക്ടർ റോബ്സൺ എന്താണ് പറയുന്നത്? സോ പിന്നെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ റോബ്സന്റെ ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആൻഡ് അത് ഹുവാൻ എന്ന പേഷ്യന്റിനെ കുറിച്ച്. ഓക്കെ, then Dr. Robson, 36th question, Dr. Robson thinks the short-term priority in the fight against Chagas is to, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ടേം പ്രയോറിറ്റി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഡോക്ടർ റോബ്സൺ ബിലീവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ഓഡിയോയിൽ അയാൾ പറയുന്നുണ്ടാവും. അതിനകത്ത് ഡോക്ടർ റോബ്സൺ മെൻഷൻ ചെയ്യുന്ന ഷോർട്ട് ടേം പ്രയോറിറ്റി ഫൈറ്റ് എഗെയിൻസ്റ്റ് ഷാഗാസിന് ഫൈറ്റ് ചെയ്യുക, ഷാഗാസ് എന്ന ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ മെൻഷൻ ചെയ്യുന്ന ഷോർട്ട് ടേം പ്രയോറിറ്റി എന്താണ്? പലതരത്തിലുള്ള ഓപ്ഷൻസ് അയാൾ വെക്കുന്നുണ്ടാവും, മനസ്സിലായോ? അതിനകത്ത് ഷോർട്ട് ടേം പ്രയോറിറ്റി, സ്പെസിഫിക് ക്വസ്റ്റ്യൻ, ഷോർട്ട് ടേം പ്രയോറിറ്റി എന്താണെന്നുള്ളത്. സോ ഇത് വായിച്ച് തീരാൻ വിത്ത് റെഗുലർ എക്സസൈസ് നിങ്ങൾക്ക് വേണ്ടത് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ പോട്ടെ 60 സെക്കൻഡ്സ് മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫെമിലിയറൈസ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ഔട്ട് ഓഫ് 90 സെക്കൻഡ്സിൽ നിങ്ങൾ ആദ്യത്തെ 60 സെക്കൻഡ്സ് ചെയ്യുന്നത് ഫെമിലിയറൈസിങ് ദ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ കീവേഡ്സ് എന്താണെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് അതിൻ്റെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്രയും നമ്മൾ എത്ര സെക്കൻഡ്സിനുള്ളിൽ ചെയ്തു? 60 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ റീഡ് ഓപ്ഷൻ. അപ്പൊ വീണ്ടും നമുക്ക് എന്തുണ്ട്? ഒരു 30 സെക്കൻഡ്സ് അവിടെ റിമൈനിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഹറി ബറി കാണിക്കണ്ട കേട്ടോ. വൺസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എളുപ്പമാണ്
ഓഡിയോയുടെ കൂടെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ, അല്ലെ ഓപ്ഷൻസും വായിച്ച് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട. പറ്റാവുന്നിടത്തോളം ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് വായിക്കുക, അതിന് ഹാർഡ്ലി ഒരു 5 സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ 6 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ആൻഡ് സെക്കൻഡ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് വായിക്കാം. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഡോണ്ട് വറി, അത് മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 3 ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു തീർന്നു. അപ്പോൾ ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയോയ്ക്ക് ഉള്ള സമയമായിട്ടുണ്ടാവും. ഗോ ത്രൂ യുവർ ഓഡിയോ. ആ ഓഡിയോ പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ കീവേഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുക ആൻഡ് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി നമുക്കിതൊരു സാമ്പിൾ വെച്ച് തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതായത് ജെയിൻസ് അക്കാഡമി പല വിധത്തിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം. OET-ൽ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് എഴുതി ഫെയിൽ ആയ കുട്ടികൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് January 14th ആ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജെയിൻസ് അക്കാഡമിയെ ഒന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. പിന്നെ അതുപോലെ ക്രാഷ് കോഴ്സ് ഉണ്ട് എക്സാം ടേക്കേഴ്സിന് വേണ്ടി, അതുപോലെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സിംഗിൾ മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ എല്ലാ പാക്കേജസിലും ഇൻഡിവിജ്വൽ ക്ലാസ്സസും അതുപോലെ ഗ്രൂപ്പ് ക്ലാസ്സസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ OET കൂടാതെ നമ്മൾ ജർമ്മൻ, IELTS, പിന്നെ നഴ്സിംഗ് എക്സാംസ് ആയ DHA, ഹാദ്, പ്രോമെട്രിക്, പിന്നെ NCLEX-R ഇങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ OET-ൽ നമ്മൾ വീക്ക്ലി ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ മൊഡ്യൂൾസിലും. സോ അതുപോലെ ഡെയിലി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ റീഡിംഗ് ഡിസ്കഷൻ പോകുന്നുണ്ട്. സോ ഇതിനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജെയിൻസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എങ്കിൽ നമുക്കതൊന്ന് വായിച്ചു വെക്കാം. എന്താണ് വൈ ഡസ് ഡോക്ടർ റോബ്സൺ റിഗാർഡ് ഷാഗാസ് ആസ് എ നെഗ്ലക്റ്റഡ് ഡിസീസ്? നമ്മൾ ഓൾറെഡി വായിച്ചു വെച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിനകത്ത് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ബിക്കോസ് ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ് ഇറ്റ് മെയിൻലി അഫക്ട്സ്. നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ because of people often don't realize that എന്താണ് they are infected, അതുകൊണ്ടാണോ? And because its impacts in severe in a relatively small number of cases. അപ്പൊ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതിനകത്ത് നെഗ്ലക്റ്റഡ് ഡിസീസ് എന്നുള്ളതാണ് നമ്മുടെ കീവേഡ് ആയിട്ട് വെക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത് നെഗ്ലക്ട് ചെയ്യപ്പെട്ടത്? സോഷ്യൽ ഗ്രൂപ്പ് അത് അഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ്സ് കാരണമാണോ? ആൻഡ് പേഷ്യൻ്റ് റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണോ? അതായത് അവർ ഇൻഫെക്റ്റഡ് ആണ് എന്ന് പേഷ്യൻസ് റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണോ? ഇനി അതുമല്ല, അതൊരു സ്മോൾ നമ്പറിൽ മാത്രം അഫക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണോ ഇത് നെഗ്ലക്റ്റഡ് ഡിസീസ് ആയിട്ട് വരുന്നത്? ഇതാണ് നമ്മൾ ഓഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ കീ വേർഡ് നമ്മൾ മനസ്സിൽ ഓഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കീ പോയിന്റ് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നെഗ്ലക്റ്റഡ് ആയത്. ഇത് മാത്രമേ വെക്കാവുള്ളൂ. ബാക്കി ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓഡിയോ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ് ഷാഗാസിനെ റിലേറ്റീവ്ലി നെഗ്ലക്റ്റഡ് ഡിസീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾ ഇനി ഓഡിയോ ശ്രദ്ധിക്കാനാണ് പോകുന്നത്. ഓഡിയോ ശ്രദ്ധിക്കുമ്പോൾ ഓൺലി നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ റോബ്സൺ ഷാഗാസിനെ നെഗ്ലക്റ്റഡ് ഡിസീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? അപ്പോൾ ഡോക്ടർ റോബ്സന്റെ വ്യൂ പോയിന്റിൽ ഷാഗാസ് നെഗ്ലക്റ്റഡ് ആണ് എന്ന് കരുതാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മൾ ഓഡിയോയിൽ ലിസൺ ചെയ്യാൻ പോകുന്നത്. ഓപ്ഷൻസ് ഇല്ല കേട്ടോ, മായ്ച്ചു കളഞ്ഞു നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ഓക്കെ, നമുക്ക് ലിസൺ ചെയ്യാം. Today we're talking to Dr. Jack Robson, a cardiologist and Chagas disease specialist in the USA. Dr. Robson, what is Chagas disease and why is it referred to as a neglected disease? Chagas is caused by a parasite called Trypanosoma cruzi. Most sufferers become infected when they're bitten by an insect, commonly known as the kissing bug, which carries the parasite. Right.
People often don't realize they've been bitten, and during the initial phase of the infection, symptoms are normally mild or absent. Okay. 70% of those infected never develop complications. For the other 30%, the disease tends to remain silent for a long time, often 30 years, but it eventually enters a chronic phase characterized by serious cardiac, digestive system, and neurological disorders. About 7 million people worldwide are thought to have Chagas, but it attracts relatively little publicity or funding for research. This indifference is largely down to it being primarily a disease of marginalized communities in Latin America, where it's endemic. You need resources to force significant action. Right, I see. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അനലൈസ് ചെയ്യാം, നമുക്ക് സ്ക്രിപ്റ്റ് വെച്ച് അനലൈസ് ചെയ്യാം അല്ലെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൃത്യമായിട്ട്, വീണ്ടും ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഡോക്ടർ റോബ്സൺ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു അറിയത്തില്ല, ഇന്റർവ്യൂവർ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഷാഗാസ്, എന്തുകൊണ്ടാണ് അത് നെഗ്ലക്റ്റഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണെങ്കിലും അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും, എന്താണ് ഷാഗാസ് എന്നുള്ളതായിരിക്കും. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് വലിയ കാര്യമായിട്ട് ആൻസറിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് എന്ന് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം എന്താണ് പിന്നെ ഓഡിയോയിൽ പറഞ്ഞേക്കുന്നതെന്നുള്ളത്. നമ്മുടെ സ്ക്രിപ്റ്റ് വെച്ച് എപ്പോഴും നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ക്രിപ്റ്റ് വെച്ച് തന്നെ നിങ്ങൾ ഓഡിയോ കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വെച്ച് ഓഡിയോ കേൾക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ എന്താണ് ഇവരുടെ ഓരോ വേർഡും ഇവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും, പക്ഷെ അവരുടെ പ്രൊനൗൺസിയേഷൻ കൊണ്ട് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ എപ്പോഴും സ്ക്രിപ്റ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സോ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഷാഗാസ് ഈസ് കോസ്ഡ് ബൈ എ പാരസൈറ്റ് കോൾഡ് ട്രൈപാനസോമ ക്രൂസി. ആദ്യം എന്താണ് ഷാഗാസ് എന്നുള്ളതിന്റെ ആൻസർ ആണത്. അതെ, മോസ്റ്റ് സഫറേഴ്സ്, ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണേ. മോസ്റ്റ് സഫറേഴ്സ് ബിക്കം ഇൻഫെക്റ്റഡ് വെൻ ദേ ആർ ബിറ്റൻ ബൈ an insect commonly known as the kissing bug which carries the parasite. അപ്പൊ അതെങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ല. സോ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പീപ്പിൾ ഓഫൻ ഡോണ്ട് റിയലൈസ് ദേ ഹാവ് ബീൻ ബിറ്റൻ ആൻഡ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ദ ഇൻഫെക്ഷൻ സിംറ്റംസ് ആർ നോർമലി മൈൽഡ് ഓർ ആബ്സെന്റ്. സോ പിടികിട്ടുന്നില്ലേ? അപ്പോൾ അത് ആദ്യം അത് പിന്നെ ഈവൻ അത് നമ്മുടെ ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്തു എന്നുള്ളത് പേഷ്യൻസ് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ഇനീഷ്യൽ ഫേസ് ഓഫ് ഇൻഫെക്ഷനിൽ ചിലപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് മൈൽഡ് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കാം. Then 70% of those infected never develop complications. അതിനകത്ത് തന്നെ 70% ആൾക്കാർ, ഇങ്ങനെ ഇൻസെക്ട് ബൈറ്റ് കിട്ടിയേക്കുന്ന ആൾക്കാരിൽ 70% ആൾക്കാരിൽ യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഒരിക്കലും ഉണ്ടാവുന്നില്ല. For the other 30%, the disease tends to remain silent for a long time, often 30 years. ഇനി ബാക്കി 30% ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 30 ഇയേഴ്സോളം അവരുടെ ശരീരത്തിൽ യാതൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ യാതൊരു സിംറ്റംസും കാണിക്കുന്നില്ല. മനസ്സിലായി? അതായത് ലോങ് ടൈമിലോട്ട് ഇവരുടെ ഇൻസെക്ട് ബൈറ്റ് ചെയ്ത ഓൺസെറ്റ് തൊട്ട് ഒരു 30 വർഷം വരെ യാതൊരു സിംറ്റംസും കാണിക്കുന്നില്ല. ഓക്കെ, ദെൻ പക്ഷെ ഇവൻച്വലി വെൻ ദ ഡേയ്സ് പാസ് ബൈ, ഇവൻച്വലി എന്ത് സംഭവിക്കുന്നു? ഇവൻച്വലി എൻഡേഴ്സ് എ ക്രോണിക് ഫേസ് ക്യാരക്ടറൈസ്ഡ് ബൈ സീരിയസ് കാർഡിയാക്, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡർ. അത് കുറെ 30 വർഷമൊക്കെ കഴിയുമ്പോൾ ഗ്രാജുവലി എന്താവും? ഒരു ക്രോണിക് ഡിസീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അത് ഏതൊക്കെ കാർഡിയക് സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും അതുപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നു എന്നാണ്. ഓക്കെ, പിടികിട്ടി. About 7 million people worldwide are thought to have Chagas, but it attracts relatively little publicity or funding for research. എന്താണ് പറയുന്നത്? നമ്മൾ കണക്ക് പ്രകാരം അല്ലെ നമ്മൾ കണക്കാക്കുന്നത് വേൾഡിൽ 7 മില്യൺ ആൾക്കാരിൽ എന്തുണ്ട്? ഷാഗാസ് ഡിസീസ് ഉണ്ട്. നമ്മൾ അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിക്കണേ. ഈ 7 മില്യൺ ആൾക്കാരിൽ ഈ പറയുന്ന അസുഖമുണ്ടെങ്കിൽ ഓക്കെ, ഉറപ്പായിട്ടും ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ അല്ലേ? അതുകൊണ്ട് തന്നെ അത് എന്തായാലും ഉറപ്പായിട്ടും ചില ആൾക്കാർ അത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അസുഖം വന്നാൽ അതിന് എന്ത് ചെയ്യും?
ആൾക്കാരിലേക്ക് എല്ലാം അതിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലെ, അവയർനെസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ലിറ്റിൽ പബ്ലിസിറ്റി, നോ പബ്ലിസിറ്റി എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഇതുവരെ ഇല്ല. അപ്പോൾ അതിനർത്ഥം അവിടെയാണ് ഷാഗാസ് ഡിസീസ് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. 7 മില്യൺ ആൾക്കാരിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിലൊരു റിസർച്ചും അതിൻ്റെ ഒരു സ്റ്റഡീസും ഒക്കെ നടത്തേണ്ടതാണ്, പക്ഷെ നടക്കുന്നില്ല. മാത്രമല്ല അതിന് വേണ്ട വിധത്തിലൊരു പ്രചാരണം കിട്ടുന്നുമില്ല. സോ അത് ഇൻഡയറക്റ്റ് മീനിങ് എന്താണ്, അവിടെ നെഗ്ലക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്ന പോയിന്റ്സ് ആണ് അതൊക്കെ. ദെൻ ദിസ് ഇൻഡിഫറൻസ്, അത് സംഭവിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം, അതാണ് ദിസ് ഇൻഡിഫറൻസ് എന്നുകൊണ്ട് പറയുന്നത്. ദിസ് ഇൻഡിഫറൻസ് ഈസ് ലാർജ്ലി ഡൗൺ ടു ഇറ്റ് ബീയിങ് പ്രൈമർലി എ ഡിസീസ് ഓഫ് മാർജിനലൈസ്ഡ് communities in Latin America where it is endemic. So ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസില് ലാറ്റിൻ അമേരിക്കയിലെ മാർജിനലൈസ്ഡ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലാണ്. ആൻഡ് അവിടെ ശരിക്കും ആ സെന്റൻസ് ശ്രദ്ധിക്കണേ. ദിസ് ഇൻഡിഫറൻസ്, വാട്ട് ഈസ് ദാറ്റ് ദിസ് ഇൻഡിഫറൻസ്? ഈ ഒരു അപാകത അല്ലെങ്കിൽ ഈ ഒരു സാധാരണഗതിയിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ റീസൺ ആണ് ഇറ്റ്സ് എ പ്രൈമറിലി ഡിസീസ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ലാറ്റിൻ അമേരിക്കയിൽ മാത്രം ഇത് നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു ഇൻഡിഫറൻസ് കാണുന്നത്. സോ ദ ടിപ്പിക്കൽ ആൻസർ അല്ലേ, നമുക്ക് വേണ്ട ടിപ്പിക്കൽ ആൻസർ അവിടെയാണ് കിടക്കുന്നത്. യു നീഡ് റിസോഴ്സസ് ടു ഫോഴ്സ് സിഗ്നിഫിക്കന്റ് ആക്ഷൻ. എൻ്റെ അയാളുടെ അടുത്ത ഒപ്പീനിയൻ പറയാണ്, വി നീഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് അത് മണി ആവാം, പവർ ആവാം. അതായത് ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ സർട്ടൻ ആസ്പെക്ട്സ് ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ ഫണ്ടിങ് വേണം, പൈസ വേണം, അല്ലെങ്കിൽ അത് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു പവർ സോഴ്സ് വേണം. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് യു നീഡ് സോഴ്സസ്, അതായത് അറ്റ് ദ മൊമെന്റ് അതില്ല. യു നീഡ് റിസോഴ്സസ് ടു ഫോഴ്സ് സിഗ്നിഫിക്കന്റ് ആക്ഷൻ. ഒരു വേണ്ട ആക്ഷൻ എടുക്കണമെങ്കിൽ, അതായത് ഈ ഷാഗാസ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതാണല്ലോ സിഗ്നിഫിക്കന്റ് ആക്ഷൻ. വേണമെങ്കിൽ അതിന് കറക്റ്റ് റിസോഴ്സസ് വേണം. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ റിസർച്ചിനുള്ള കാര്യങ്ങളായിരിക്കും. അതിന് വേണ്ടത് എന്താണ്, പവർ, മണി, ഇങ്ങനെയുള്ളതാണ് റിസോഴ്സസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ്, ഈ പെർട്ടിക്കുലർ ഏരിയയിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. അതായത് നിങ്ങൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ എബൌട്ട് 7 മില്യൺ തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, നമുക്കൊരു ഏകദേശം നമ്മുടെ ഇതായിട്ട് വരുന്നത്. നിങ്ങൾ അയാളുടെ ഒപ്പീനിയൻ ആയതുകൊണ്ട് നമ്മൾ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഹെഡ്ജിങ് വേർഡ്സ് ലൈക്ക് മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഇങ്ങനെയുള്ള വേർഡ്സ്. പിന്നെ അതുപോലെ കണക്ടേഴ്സ്, കോൺട്രാസ്റ്റ് കണക്ടേഴ്സ്. ഇവിടെ നോക്കി, അബൌട്ട് 7 മില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് ആർ തോട്ട് ടു ഹാവ് ഷാഗാസ്. 7 മില്യൺ പീപ്പിൾ ഉണ്ടെങ്കിലും പക്ഷേ ഇറ്റ് അട്രാക്ട്സ് റിലേറ്റീവ്ലി ലിൽ പബ്ലിസിറ്റി ഓർ ഫണ്ടിങ് ഫോർ റിസർച്ച്. 7 മില്യൺ ആൾക്കാരിൽ വരണമെങ്കിൽ നല്ല പബ്ലിസിറ്റി ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അവിടെ യാതൊരു പബ്ലിസിറ്റിയോ അതിന് കിട്ടുന്നില്ല, മാത്രമല്ല റിസർച്ചും നടക്കുന്നില്ല. ദിസ് ഇൻഡിഫറൻസ്, അവിടെയാണ് കാരണം പറയുന്നത്. ദിസ് ഇൻഡിഫറൻസ് ഈസ് ലാർജ്ലി ഡൗൺ ടു ഇറ്റ് ബീയിങ് പ്രൈമർലി ഡിസീസ് ഓഫ് മാർജിനലൈസ്ഡ് കൺട്രി. ഈ ഇൻഡിഫറൻസ് നടക്കാനുള്ള കാരണം അത് ഈ ലാറ്റിൻ അമേരിക്കയിലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം നടക്കുന്നത് കൊണ്ടാണ്. ദ ആൻസർ ഈസ് വെരി ക്ലിയർ. നമുക്ക് അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഇല്ലാതെയാണ് ആൻസറിലോട്ട് എത്തിയത്. വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ ഓപ്ഷൻസ് അല്ലെ. കറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെയാണ് ഓഡിയോയിൽ പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നു, ആൻഡ് വി ആർ ഫൈനലൈസിങ് അവർ ആൻസർ. ഇനി നിങ്ങൾ ഒന്നുകൂടി ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ഈസ് ബിക്കോസ് ഓഫ് ദ സോഷ്യൽ ഗ്രൂപ്പ് ഇറ്റ് മെയിൻലി അഫക്ട്സ്. സോഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ് അവർ നെഗ്ലക്ട് ചെയ്യാൻ പറയുന്നത്, നെഗ്ലക്റ്റഡ് ഡിസീസ് ആയിട്ട് ഇതിനെ കണക്കാക്കപ്പെടാൻ പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചാടിക്കേറി സെലക്ട് ചെയ്യാൻ പറ്റില്ല അണ്ടിൽ വി എലിമിനേറ്റ് അതർ 2 ഓപ്ഷൻസ്. അപ്പോൾ ബി എന്നാണ് പറയുന്നത്, because patients often don't realize they are infected. Yes, ആ ഒരു പോയിന്റ് നമ്മുടെ ഓഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് കാരണമാണ്, അത് നെഗ്ലക്റ്റഡ് ഡിസീസ് ആണെന്ന് പറയുന്നില്ല. അത് ഈ ഡിസീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് അത് കാരണമാണ് ഇത് നെഗ്ലക്ട് ചെയ്യപ്പെട്ടു പോകുന്നത് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ക്യാൻ ബി എലിമിനേറ്റഡ്. ആൻഡ് സി എന്താണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് ഇമ്പാക്ട് ഈസ് സിവിയർ ഇൻ എ റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് കേസസ്. വളരെ കുറച്ച് നമ്പറിൽ മാത്രമേ ഇത് സിവിയർ ആവുന്നുള്ളൂ, അങ്ങനെ പറയുന്നില്ല. 7 മില്യൺ ഈസ് എ ഹ്യൂജ് നമ്പർ. അതുകൊണ്ട് തന്നെ സി ഈസ് നോട്ട് ദ ആൻസർ.
ആൻസർ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനി ഹിയർ ഓൺവേർഡ്സ് ഇത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിതൗട്ട് ഫർദർ ലൈക്ക് ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം കൂടി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ബ്രെയിനിനെ അത് മാക്സിമം പ്രഷറൈസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. ഓൺലി ഫോക്കസ് ഇൻ യുവർ ക്വസ്റ്റ്യൻസ്. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ 75% ആൻസറിലേക്ക് എത്തി എന്നാണ് അർത്ഥം. പിടികിട്ടിയോ കാര്യങ്ങള്? ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് 100% ബെനിഫിഷ്യൽ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഈസി ടിപ്സ് മാത്രമാണിത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 100% സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പാർട്ട് സിയുടെ 90 സെക്കൻഡ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു എയിം. അത് ഒരു മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 100% നിങ്ങൾക്ക് ഇതിനകത്ത് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു, അത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയുന്നു, അതിനകത്ത് എന്താണ് കറക്റ്റായിട്ട് അവർ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ആ ഓഡിയോ കേൾക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ആയിരിക്കണം നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഈ ഓപ്ഷൻസ് വായിച്ചാൽ എന്താണ് അതിവിടെ പ്രശ്നമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ആ ഒരു സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ അത് കടിച്ചു അല്ലെ ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്തു എന്ന് റിയലൈസ് ചെയ്യാത്തത് കൊണ്ട് എന്നില്ല, ആ റിയലൈസ് അല്ലെ പീപ്പിൾ ഡോൺ റിയലൈസ് ദാറ്റ് ദേ ആർ ബിറ്റൺ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അതാണ് ആൻസർ. അങ്ങനെ വിചാരിക്കാനേ പാടില്ല. പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, ക്വസ്റ്റ്യനിലുള്ളത് ക്വസ്റ്റ്യൻസിലുള്ളതൊക്കെ പാരാഫ്രൈസ്ഡ് വേർഷനിലായിരിക്കും ഇവർ ഓഡിയോയിൽ അത് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ പാരാഫ്രൈസിങ്ങും കൂടി ഒരേ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കേൾക്കുന്നതും വായിക്കുന്നതും ഒരേ സമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയലും കൂടി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള അതും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും 100% നിങ്ങളുടെ റിസൾട്ടിലോട്ട് വരും കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഡിഫിക്കൽട്ട് ടാസ്കേ അല്ല ലിസണിങ് പാർട്ട് സി എന്ന് പറയുന്നത്. ഓൺലി തിങ് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയൂ കേട്ടോ. താങ്ക് യു.